സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ബുധനാഴ്ച അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസം നീണ്ടുനിന്ന നിരോധനത്തിന് ശേഷമാണ് ബോട്ടുകൾ അർദ്ധരാത്രി കടലിലേക്ക് ഇറങ്ങുന്നത്. 3500-ലധികം യന്ത്രവൽകൃത ബോട്ടുകളാണ് ഇന്ന് അർദ്ധരാത്രിയോടെ കടലിലിറക്കുന്നത്. ട്രോളിംഗ് ബോട്ടുകളും പേഴ്സീൻ ബോട്ടുകളുമാണ് കടലിൽ ഇറങ്ങുക. എന്നാൽ ഗിൽനെറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ബോട്ടുകൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞേ കടലിൽ ഇറങ്ങും. അതേസമയം മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്നതിന് തടസ്സമില്ലെങ്കിലും മത്സ്യത്തിന്റെ ലഭ്യതയിൽ ഇത്തവണ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് മീനിന്റെ വില ഗണ്യമായി വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട്. മത്സ്യത്തിന് വില കിട്ടാതെ പോയതാണ് പരമ്പരാഗത വിഭാഗം നേരിട്ട വലിയ പ്രതിസന്ധി. അമേരിക്ക ചെമ്മീൻ ഇറക്കുമതി നിരോധിച്ചത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് പതിവ് പോലെ ചെമ്മീൻ ലഭിച്ചുവെങ്കിലും ശരിയായ വിലയൊന്നും ഇവർക്ക് കിട്ടിയിരുന്നില്ല. അതേസമയം ബുധനാഴ്ച കേരള തീരത്ത് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാത്രി 11:30 വരെ 1.5 മുതൽ 2.7 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്.